താലിബാൻ സർക്കാർ ഏർപ്പെടുത്തിയ ഇന്റർനെറ്റ് ടെലികോം സേവന നിരോധനം പിൻവലിച്ചു. ഇതോടെ ആശ്വാസത്തിലായ അഫ്ഗാൻ ജനത തെരുവിലിറങ്ങി ആഘോഷിച്ചു. താലിബാൻ പ്രധാനമന്ത്രിയുടെ നിർദ്ദേശപ്രകാരമാണ് ഇന്റർനെറ്റ് പുനഃസ്ഥാപിച്ചതെന്ന് സർക്കാർ വൃത്തങ്ങളെ ഉദ്ധരിച്ച് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. രാജ്യത്ത് നിലവിൽ ഭാഗികമായി ഇന്റർനെറ്റ് പുനഃസ്ഥാപിക്കപ്പെട്ടുവെന്ന് നിരീക്ഷണ സ്ഥാപനമായ നെറ്റ് ബോക്സും സ്ഥിരീകരിച്ചിട്ടുണ്ട്. ബുധനാഴ്ച ഉച്ചയോടെ എല്ലാ ആശയവിനിമയ സംവിധാനങ്ങളും പുനഃസ്ഥാപിച്ചതായി ഖത്തറിലെ മുൻ താലിബാൻ വക്താവ് സുഹൈൽ ഷാഹീൻ പറഞ്ഞു. നിരോധനം പിൻവലിച്ചതോടെ ബുധനാഴ്ച വൈകുന്നേരം നിരവധി ആളുകളാണ് കാബൂളിലെ നഗരത്തിൽ ഒത്തുകൂടിയത്. ഇന്റർനെറ്റ് കണക്ടിവിറ്റി പുനഃസ്ഥാപിച്ച സന്തോഷം ജനങ്ങൾ പരസ്പരം പങ്കുവച്ചു. തിങ്കളാഴ്ചയായിരുന്നു അഫ്ഗാനിസ്ഥാനിൽ ഇന്റർനെറ്റ് കണക്ഷൻ വിച്ഛേദിക്കപ്പെട്ടത്. അഫ്ഗാനിലെ ടെലിഫോൺ സേവനവും അതേ ഫൈബർ ലൈനിൽ നിന്ന് പ്രവർത്തിക്കുന്നതിനാൽ ഫോൺ ബന്ധവും തകരാറിലായിട്ടുണ്ടായിരുന്നതായി സൈബർ സുരക്ഷാ നിരീക്ഷകരായ നെറ്റ് ബോക്സ് അറിയിച്ചിരുന്നു. ഈ മാസം ആദ്യം തന്നെ ഇന്റർനെറ്റിന്റെ വേഗത കുറച്ച് താലിബാൻ നിയന്ത്രണങ്ങൾ കൊണ്ടുവന്നിരുന്നു. ഇതിന് പിന്നാലെയാണ് പൂർണ്ണമായ നിരോധനം വരുന്നത്. 2021 താലിബാൻ വീണ്ടും അധികാരം പിടിച്ചതിന് ശേഷം അഫ്ഗാനിസ്ഥാനിൽ നടപ്പാക്കുന്ന വലിയ തോതിൽ പ്രത്യാഘാതം ഉണ്ടാക്കാവുന്ന ഇന്റർനെറ്റ് നിരോധനമായിരുന്നു ഇത്. തിന്മയെന്ന് പറഞ്ഞാണ് ഫൈബർ ഒപ്റ്റിക് ശൃംഖല താലിബാൻ വിച്ഛേദിച്ചത്. അധാർമിക പ്രവർത്തനങ്ങൾ തടയുന്നതിന്റെ ഭാഗമായാണ് ഇന്റർനെറ്റ് നിരോധനമെന്നും രാജ്യത്തിനകത്ത് ഒരു ബദൽ സംവിധാനം സ്ഥാപിക്കുമെന്നും താലിബാൻ നേതാക്കൾ അറിയിച്ചിരുന്നു. ഇന്റർനെറ്റ് വിച്ഛേദിച്ചതോടെ താലിബാൻ ജനത പ്രതിസന്ധിയിലായിരുന്നു. വിവിധ മേഖലകളെ തീരുമാനം വലിയ രീതിയിൽ ബാധിച്ചു. വിമാനത്താവളങ്ങളുടെ പ്രവർത്തനം പൂർണ്ണമായും സ്തംഭിക്കുകയും മാധ്യമങ്ങളുടെയും ബാങ്കിംഗ്, വ്യവസായം തുടങ്ങിയ മേഖലകൾ പ്രതിസന്ധിയിലാവുകയും ചെയ്തിരുന്നു.